ഈ വർഷത്തെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോഅരീൻസ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോഅരീൻ. എന്താണ് ഹാലോ ആൽക്കെയിൻ? നമുക്കറിയാം, ഒരു ആൽക്കെയിന്, ഫോർ എക്സാമ്പിൾ ആൽക്കെയിനെ നമുക്കിങ്ങനെ എഴുതാമല്ലോ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൽ എച്ച് വന്നാൽ ആൽക്കെയിൻ ആണല്ലോ. ഇതിൽ ഒരു എച്ചാറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഹാലജൻ വരുന്നു എന്നായിരിക്കും. അപ്പോൾ കിട്ടുന്നതാണ് ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ, കോൾഡ് ഹാലോ ആൽക്കെയിൻ ഓർ ആൽക്കൈൽ ഹാലൈഡ്. ദിസ് ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ഹാലൈഡ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹാലജനാണ്. അത് ഫ്ലൂറിനാകാം, ക്ലോറിനാകാം, ബ്രോമിനാകാം, അല്ലെങ്കിൽ അയോഡിനാകാം. ഓക്കെ. ഇതേപോലെ രണ്ടാമത്തെ ക്ലാസ് ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹാലോ അരീൻസ്. അപ്പോൾ സിംപ്ലസ്റ്റ് അരീൻ അരോമാറ്റിക് കോമ്പൗണ്ട്, ദറ്റ് ഈസ് ബെൻസീൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അരീനിൽ, ഒരു അരോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീനിൽ ഒരു എച്ചാറ്റത്തെ മാറ്റുന്നു. പകരം ആരെ കൊണ്ടുവരുന്നു? ഹാലജനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു എച്ചാറ്റത്തെ മാറ്റുമ്പോൾ നമുക്ക് അരയിൽ ഗ്രൂപ്പ് കിട്ടും, C6H5. ആ C6H5 ഗ്രൂപ്പിൽ ഒരു ഹൈഡ്രജന് പകരം ആര് വരുന്നു? ഹാലജൻ വരുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹാലോ അരീൻ ഓർ അരയിൽ ഹാലൈഡ്. ദിസ് ഈസ് അരയിൽ ഗ്രൂപ്പ്, അതിനകത്ത് ഹാലജൻ വരുന്നു, അരയിൽ ഹാലൈഡ്. ഈ രണ്ട് കോമ്പൗണ്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഹാലോ ആൽക്കെയിനിലായാലും ഹാലോ അരീനിലായാലും ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ. ഓക്കെ. ഹാലജൻ ആറ്റം കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. നമുക്കറിയാം, കാർബണ് 3 വ്യത്യസ്ത ഹൈബ്രിഡൈസേഷൻ ഓർഗാനിക് കോമ്പൗണ്ടിലുണ്ട്. കാർബൺ 3 സിഗ്മ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. 4 സിഗ്മ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ കോമ്പൗണ്ട് കണ്ടെയ്നിങ് sp3 ഹൈബ്രിഡൈസ് കാർബണിൽ ഹാലജൻ വരുന്നു, CxP3X ടൈപ്പ്. അതേപോലെ sp2X ടൈപ്പ്. ഈ രണ്ട് ക്ലാസ് ഓഫ് കോമ്പൗണ്ടാണ് ആൽക്കൈൽ ഹാലൈഡും അരയിൽ ഹാലൈഡും. അതായത് ആൽക്കൈൽ ഹാലൈഡിൽ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ് കാർബൺ. എന്നാൽ അരയിൽ ഹാലൈഡിൽ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ് കാർബൺ. ഈ രണ്ട് ഹാലജൻ ഡെറിവേറ്റീവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന്, കോമ്പൗണ്ട് കണ്ടെയ്നിങ് CxP3X ടൈപ്പ് ബോണ്ട്. നമ്പർ 2, കോമ്പൗണ്ട് കണ്ടെയ്നിങ് CsP2X ടൈപ്പ് ബോണ്ട്. എന്താ അർത്ഥം? ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ് കാർബൺ. രണ്ടാമത്തെ, ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ് കാർബൺ. ആൽക്കൈൽ ഹാലൈഡിൽ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ് കാർബൺ. വെറാസ് ഇൻ അരയിൽ ഹാലൈഡ് ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ് കാർബൺ. ഇനി ആദ്യം തന്നെ CsP3X ടൈപ്പ്, ദാറ്റ് മീൻസ് ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ് കാർബൺ. ഹാലജൻ എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഒരു sp3 ഹൈബ്രിഡൈസ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഈ ടൈപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് ഈ sp3 ഹൈബ്രിഡൈസ് കാർബൺ ക്യാരിയിങ് ഹാലജൻ. ഓക്കെ. ആ കാർബൺ വീണ്ടും ഒരു കാർബണോട് അറ്റാച്ച് ചെയ്താൽ ദറ്റ് ഈസ് കാൾഡ് എ പ്രൈമറി കാർബൺ. അപ്പോൾ ഒരു പ്രൈമറി കാർബൺ ക്യാരിയിങ് ഹാലജൻ, ദറ്റ് ഈസ് കാൾഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. എന്നാൽ ഈ sp3 ഹൈബ്രിഡൈസ് കാർബൺ ഈസ് അഗെയിൻ അറ്റാച്ച്ഡ് ടു അതർ കാർബൺ. ദാറ്റ് മീൻസ് ദറ്റ് കാർബൺ ഈസ് സെഡ് ടു ബി സെക്കൻഡറി കാർബൺ. So secondary carbon carrying halogen, that is called secondary alkyl halide. Similarly, carbon 3 വാലൻസിയും കാർബൺ തന്നെ വരുന്നു. 4ാമത്തെ വാലൻസിൽ ഹാലജൻ. അപ്പോൾ ഹാലജനെ ക്യാരി ചെയ്യുന്ന sp3 ഹൈബ്രിഡൈസ് കാർബൺ വിച്ച് ഇൻ ടേൺ ഈസ് അറ്റാച്ച്ഡ് ടു 3 other carbon.
and that is called tertiary carbon. So tertiary carbon carrying halogen, that is called 3 degree alkyl halide. 3 degree alkyl halide. So CsP3 X type bond ഉള്ള alkyl halide can be classified into primary, secondary and tertiary. The simplest one, you can say, the halogen atom is attached to an sp3 hybridized carbon, which in turn is attached to one other carbon. For example, ethyl halide is a typical example of a primary alkyl halide. Another one, halogen atom is attached to a carbon, which in turn is attached to two other carbon atom. വീണ്ടും രണ്ട് കാർബണായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ CH3 ഇവിടെ എക്സ്ട്രാ വാലൻസിൽ ഒരു H ആറ്റം. അപ്പോൾ 2 ഹാലോ പ്രൊപ്പൈൻ or isopropyl halide, that is said to be a secondary alkyl halide, because a halogen atom is attached to a carbon, which in turn is attached to two other carbon. That means a secondary carbon carrying halogen, and therefore it is called a secondary alkyl halide. Similarly, the halogen atom is attached to a carbon, which in turn is attached to three other carbon. For example, 3 methyl groups are attached. What about this carbon carrying halogen? 4 valencies are already satisfied. അപ്പോൾ Hൻ്റെ ആവശ്യമില്ല. അപ്പോൾ the halogen atom is attached to a carbon, which in turn is attached to 3 other carbon. Therefore, a tertiary carbon carrying halogen. Therefore, it is called a 3 degree alkyl halide. A typical example, this is tertiary butyl halide. This carbon is tertiary. മൊത്തം 4 കാർബൺ. അപ്പോൾ ബ്യൂട്ടൈൽ, ടെർഷറി ബ്യൂട്ടൈൽ ഹാലൈഡ്. എൻ്റെ IUPAC നെയിം എഴുതണമെങ്കിൽ നമ്മൾ നമ്പർ ചെയ്താൽ 1, 2, 3. രണ്ടാമത്തെ പോർഷൻ ഒരു ഹാലജനും ഉണ്ട്, രണ്ടാമത്തെ പോർഷൻ ഒരു മീഥൈൽ ആൽക്കൈലേഷനും ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഹാലോ 2 മീഥൈൽ പ്രൊപ്പൈൻ, ദാറ്റ്സ് IUPAC നെയിം. ഇത് ക്ലോറിൻ ആണെങ്കിൽ 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ഇത് ബ്രോമിൻ ആണെങ്കിൽ 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ഇതാണ് 3 ടൈപ്പ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ്. ഇനി അരൈൽ ഹാലൈഡിൽ എന്താ പ്രത്യേകത? അരൈൽ ഹാലൈഡിൽ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു an sp2 hybridized carbon. ബെൻസീൻ റിങ്ങിലെ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ബിക്കോസ് ദാറ്റ് ഫോംസ് ഓൺലി 3 സിഗ്മ ബോണ്ട്. 3 സിഗ്മ ബോണ്ടേ ഉള്ളൂ, 1 പൈ ബോണ്ടാണ്. അതുകൊണ്ട് അവിടെ സെക്കൻഡറി കാർബണാണ് ഹാലജനെ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് അത് CxP2X ടൈപ്പ് ബോണ്ടിന് എക്സാമ്പിളാണ് അരൈൽ ഹാലൈഡ്. ഓക്കെ, ഇനി ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഫാമിലിയിൽ വരുന്ന CxP3X ടൈപ്പ് ബോണ്ട് വരുന്ന ചില ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിനെ നമുക്ക് നോക്കാം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്താ പ്രത്യേകത? ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു an sp3 hybridized carbon. Okay, then number 2, suppose you take a compound like this. Halogen atom is attached to an sp3 hybridized carbon next to a carbon-carbon double bond. എക്സ്ട്രാ വാലൻസിൽ ഞാൻ ഹൈഡ്രജനെ കൊടുക്കുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 എക്സ്ട്രാ വാലൻസി CH2. ഇപ്പോൾ CH2 CH CH2X. ഇവിടെ പ്രത്യേകം എന്താ? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp3 ഹൈബ്രിഡൈസ് കാർബണാണ്. കാരണം ദിസ് കാർബൺ ഫോംസ് 4 സിഗ്മ ബോണ്ട്, 1 വിത്ത് ഹാലജൻ, 2 വിത്ത് ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 വിത്ത് ദ കാർബൺ ആറ്റം. ജസ്റ്റ് ലൈക്ക് ആൽക്കൈൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഞാൻ എഴുതുന്നത് ഇതാണെന്നിരിക്കുക, CH3 CH2X, where halogen atom is attached to an sp3 hybridized carbon next to an alkyl group, that is the alkyl halide. This is the simplest alkyl halide called primary alkyl halide. Very simple, you can write CH3X. ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ 2 കാർബൺ. ഇതിൻ്റെ പ്രത്യേകത, ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു an sp3 hybridized carbon next to a carbon-carbon double bond. വേറൊരു എക്സാമ്പിൾ നോക്കാം. The halogen atom is attached to an sp3 hybridized carbon next to a carbon-carbon double bond. This carbon is said to be sp3 because it forms 4 sigma bond, 1 with halogen, 2 with carbon and 1 with hydrogen atom. But next we have a carbon-carbon double bond just like this.
And therefore, this is also a typical example of a compound where the halogen atom is attached to an sp3 hybridized carbon next to a carbon-carbon double bond. And such class of compounds are called by the name allylic halide. So these two are typical example of allylic halide. For example, CH2 double bond CH, CH2 Br. What's the name? Preference is for double bond 1, 2, 3. That means 3 bromopropene. 3 bromopropene. And that is a typical example of a allylic halide. That means halogen atom is attached to an sp3 hybridized carbon next to a carbon-carbon double bond. Similarly, this is also a typical example of allylic halide. The halogen atom is attached to an sp3 hybridized carbon next to a carbon-carbon double bond. What is the name of this compound? Preference for double bond. So 1, 2, 3, 4, 5, 6. So what's the name? 3 halo. If it is bromine, 3 bromo. The root word cyclize is the R carbon, cyclohex. Here we have an unsaturation ENE. 1 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 halo cyclohexene is a typical example of allylic halide. Then CsP3 X type ബോണ്ടിന് നമ്മൾ 2 typical example പറഞ്ഞു. ഒന്ന് ആൽക്കൈൽ ഹാലൈഡ് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അല്ലീലിക് ഹാലൈഡാണ്. അല്ലീലിക് ഹാലൈഡ് എന്താണ് വ്യത്യാസം? ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള വ്യത്യാസം, ഇവിടെ ഹാലജൻ ആറ്റം ഒരു sp3 ഹൈബ്രിഡൈസ് കാർബണിലാണ് അറ്റാച്ച് ചെയ്തത്. പക്ഷേ തൊട്ടടുത്ത് ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അത് സൈക്ലൈസ് ആകാം, ഓപ്പൺ ആകാം, എങ്ങനെയാണെങ്കിലും ആകാം. നെക്സ്റ്റ് ടു എ കാർബൺ ഡബിൾ ബോണ്ട്, അങ്ങനെ ഏത് വന്നാലും അല്ലീലിക് ഹാലൈഡ്. ഇനി നോക്കിയേ, ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു അഗെയിൻ ആൻ sp2 ഹൈബ്രിഡൈസ് കാർബൺ നെക്സ്റ്റ് ടു എ ബെൻസീൻ റിംഗ്. ഈ കാർബണിൻ്റെ 4ാമത്തെ വാലൻസിയിൽ ആരാ വന്നേക്കുന്നത്? ഒരു ബെൻസീൻ റിംഗാണ് വന്നേക്കുന്നത്. അപ്പോൾ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു അഗെയിൻ ആൻ sp3 ഹൈബ്രിഡൈസ് കാർബൺ നെക്സ്റ്റ് ടു എ ബെൻസീൻ റിംഗ്. ആൻഡ് ദിസ് type of compound is called benzylic halide. Benzylic halide. അപ്പോൾ CxP3X ടൈപ്പ് ഏതൊക്കെ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം? ഒന്ന് നോർമൽ ആൽക്കൈൽ ഹാലൈഡ്, then allylic halide, then benzylic halide. What is the difference? In alkyl halide, halogen atom is attached to an sp3 hybridized carbon next to an alkyl group, or the halogen atom is attached directly to an alkyl group. അപ്പോൾ ഡയറക്ട്ലി ടു അൻ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു അൻ ആൽക്കൈൽ ഗ്രൂപ്പ് ലൈക്ക് മീഥൈൽ ഗ്രൂപ്പ്, ഓർ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു അൻ ആൽക്കൈൽ ഗ്രൂപ്പ് കോൾഡ് ഈഥൈൽ ഗ്രൂപ്പ്, and they are called by the name alkyl halide. Then what about allylic halide? Allylic halide means halogen atom is attached to an sp3 hybridized carbon next to a carbon double, ഇതുപോലെ next to a carbon double bond. Then what about the third one, benzylic halide? What is benzylic halide? Halogen atom is attached to an sp3 hybridized carbon next to a benzene ring. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോമ്പൗണ്ട് ബെൻസീലിക് ഹാലൈഡ് ആണോ? നോക്ക്, ബെൻസീൻ റിംഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ CH3Br. Is it is benzylic halide? Definitely it's a benzylic halide. Why? Because the halogen atom is attached to an sp3 hybridized carbon ആണല്ലോ. ഈ കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് sp3 hybridized ആണ്, നെക്സ്റ്റ് ടു എ ബെൻസീൻ റിംഗ്. Therefore this is a typical example of again a benzylic halide. അപ്പോൾ CxP3X type bond, CxP3X type bond 3 തരം: ആൽക്കൈൽ ഹാലൈഡ്, അല്ലീലിക് ഹാലൈഡ്, ബെൻസീലിക് ഹാലൈഡ്. Okay, next compound containing CsP2X type bond. CsP2X type bond. അതിൽ നമ്പർ 1 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഏതായിരുന്നു? അരൈൽ ഹാലൈഡ്. Aryl halide means halogen atom is attached to an aryl group, for example phenyl group. For example,
ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോബെൻസിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോബെൻസിൻ. ഓക്കെ, ഇതൊരു അരൈൽ ഹാലൈഡ് ആണോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ കോമ്പൗണ്ട് ഒരു അരൈൽ ഹാലൈഡ് ആണോ നോക്കി. ഈസ് ദിസ് കോമ്പൗണ്ട് ഈസ് എൻ അരൈൽ ഹാലൈഡ്. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, കുഴപ്പമില്ല, കാരണം ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു an aryl group, and therefore these are typical example for aryl halide. That means the halogen atom is attached to a carbon atom of aromatic ring. Carbon atom of aromatic ring. Aromatic ring ഇത് ഫിനൈൽ ഗ്രൂപ്പ് ആകാം, അതിൻ്റെ ഡെറിവേറ്റീവ് ആകാം. പക്ഷേ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ആരോമാറ്റിക് റിങ്ങിലെ കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് അരൈൽ ഹാലൈഡ്. ഇനി ഇവിടെ നോക്കിയേ, ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ടു a double bond carbon, that means sp2 hybridized carbon അല്ലേ. ഇതൊരു sp2 hybridized കാർബണിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് അരൈൽ ഹാലൈഡ്. അരൈൽ ഹാലൈഡിൽ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു ആൻ sp2 hybridized carbon. അതേപോലെ തന്നെ ഇവിടെ ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച് ടു ആൻ sp2 hybridized carbon, and this class of compounds is called vinylic halide. എന്താ വിളിക്കുക? വിനീലിക് ഹാലൈഡ്. അപ്പോൾ രണ്ട് ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു an sp2 hybridized carbon. That means compound containing CsP2X type bond. ഈ ബോണ്ടുള്ള കോമ്പൗണ്ട് രണ്ട് ടൈപ്പാണ്. ഒന്ന് അരൈൽ ഹാലൈഡ്, that means halogen atom is attached to a benzene ring or a phenyl group, where the halogen atom is attached to an sp2 hybridized carbon. So all aryl halide come under compound containing CsP2X type bond. പിന്നെ നമ്മൾ കണ്ടത് വിനീലിക് ഹാലൈഡാണ്. വിനീലിക് ഹാലൈഡ് എന്താ? ഈ വിനീലിക് ഹാലൈഡ് ഹാലജൻ ആറ്റം ഈസ് അഗെയിൻ അറ്റാച്ച്ഡ് ടു സേ sp2 hybridized carbon. അപ്പോൾ ഇത് sp2 ആയിരിക്കണമെങ്കിൽ ഇതൊരു ഒരു പൈ ബോണ്ട് ഉണ്ടാക്കണം. അപ്പോൾ സിംപ്ലസ്റ്റ് വിനീലിക് ഹാലൈഡ് ഇതാണ്, 1 halo ethene, 1 halo ethene, or simply you can say vinyl halide. Vinyl halide. These are the two types. ഇനി നമുക്ക് ഇതിൻ്റെ നോമൻക്ലേച്ചറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് നമുക്ക് പഠിക്കുന്നതാണ് എളുപ്പം. ആൽക്കൈൽ ഹാലൈഡ്, അരൈൽ ഹാലൈഡ് മാത്രമല്ല, ജനറലായിട്ട് ഒരു നോമൻക്ലേച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് കോമ്പൗണ്ടിൻ്റെയും പേരെഴുതുമ്പോൾ അതിന് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് പ്രിഫിക്സ്, ആദ്യം എഴുതുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ എഴുതുന്നത് റൂട്ട് വേർഡ്. മൂന്നാമത് നമ്മൾ എഴുതുന്നത് പ്രൈമറി സഫിക്സ്. ഏറ്റവും നാലാമതായി എഴുതുന്നത് സെക്കൻഡറി സഫിക്സ്. ഇങ്ങനെ 4 കമ്പാർട്ട്മെൻ്റായിട്ട് നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരെഴുതാം. പക്ഷേ ഈ രണ്ടെണ്ണം പ്രിഫിക്സ് അതുപോലെ സെക്കൻഡറി സഫിക്സ് അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം എഴുതേണ്ടവയാണ്. പക്ഷേ ഏത് ഓർഗാനിക് കോമ്പൗണ്ടും ബേസിക്കായിട്ട് ഇത് രണ്ടും ഉണ്ടാവും, റൂട്ട് വേർഡും പ്രൈമറി സഫിക്സും ഉണ്ടാവും. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ മുന്നേ എഴുതുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരെഴുതുമ്പോൾ മുന്നേ എഴുതുന്നത് ആരെയൊക്കെയാണ്? ഹാലജൻ വന്നാൽ അതിൻ്റെ പേര് നമ്മൾ മുന്നേ എഴുതൂ. ഒരു ആൽക്കൈൽ ബ്രാഞ്ച് വന്നാൽ മുന്നേ എഴുതൂ. ആൽക്കോക്സി, ഓക്സിനോട് ചേർന്ന്, ഫോർ എക്സാമ്പിൾ OCH3 മീതോക്സി, OC2H5 ഈതോക്സി, അത് വന്നാലും ഫ്രണ്ടിൽ എഴുതൂ. അതുപോലെ നൈട്രോ ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ് വന്നാൽ ഫ്രണ്ടിൽ എഴുതും. പിന്നെ ബെൻസീൻ ഒരു H ആറ്റം മാറ്റിയാൽ കിട്ടുന്ന ഫിനൈൽ ഗ്രൂപ്പ്, അത് വന്നാലും നമ്മൾ ഫ്രണ്ടിൽ എഴുതും. അപ്പോൾ ഈ 5 പേര് എപ്പോഴും പ്രിഫിക്സ് ആയിട്ട് എഴുതുന്നതാണ്. ഇത് കൂടാതെ ഫ്രണ്ടിൽ എഴുതേണ്ടി വരുന്ന ഒരു കേസ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടി ഫങ്ഷണൽ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഉള്ള ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമാണ് അവസാനം അതിൻ്റെ സഫിക്സ് നെയിം ഉപയോഗിച്ച് സെക്കൻഡറി സഫിക്സ് ആയിട്ട് ഏറ്റവും അവസാനം ഇടും. ഇപ്പോൾ ഉദാഹരണത്തിന് ആൾഡിഹൈഡും കീറ്റോണും ഉണ്ട്. അതിൽ റിയാക്ടിവിറ്റി കൂടുതൽ ആൾഡിഹൈഡാണ്, അപ്പോൾ പ്രിഫറൻസ് ഉള്ളത് ആൾഡിഹൈഡാണ്. അപ്പോൾ ആൾഡിഹൈഡിൻ്റെ പേര് അവസാനം സഫിക്സ് നെയിമായിട്ട് എഴുതും, കീറ്റോണിൻ്റെ പേര് ഫ്രണ്ടിൽ എഴുതും. അപ്പോൾ ഈ ഫ്രണ്ടിൽ പ്രിഫറൻസ് ഇല്ലാത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതും കൂടി ഫ്രണ്ടിൽ എഴുതും. അതിനെ നമ്മൾ സെക്കൻഡറി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവർ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ എങ്ങനെ എഴുതുമെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ റൈറ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ
എലോങ് വിത്ത് ഇറ്റ്സ് നമ്പർ ആൻഡ് പൊസിഷൻ. അതിൻ്റെ എണ്ണവും പൊസിഷനും വെച്ച് പറയണം. എലോങ് വിത്ത് ഇറ്റ്സ് നമ്പർ ആൻഡ് പൊസിഷൻ. നമ്പറും പൊസിഷനും ഉൾപ്പെടെയാണ് നമ്പർ ആൻഡ് പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ക്ലോറിനും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ ബ്രോമിൻ ആദ്യം എഴുതണം, ക്ലോറിൻ രണ്ടാം എഴുതണം. പക്ഷേ അത് എവിടെയാണെന്നൂടെ പറയണം. ഇപ്പോൾ ക്ലോറിൻ 2ലും ബ്രോമിൻ 5ലും ആണെങ്കിൽ 5 ബ്രോമോ 2 ക്ലോറോ. ഇനി രണ്ടും ക്ലോറിനാണെന്ന് വിചാരിക്കും. അപ്പോൾ 2ലും ഉണ്ട് 5ലും ഉണ്ട്. അപ്പോൾ 2,5 ഡൈക്ലോറോ. ഓക്കെ, അങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രിഫിക്സിൽ എഴുതാൻ ആളുകൾ വരുമ്പോൾ അവരെ ഏത് ഓർഡറിൽ എഴുതും? ആൽഫബറ്റിക്കൽ ഓർഡർ, എലോങ് വിത്ത് ഇറ്റ്സ് നമ്പർ ആൻഡ് പൊസിഷൻ. ഇനി റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ ഓർ പേരൻറ്റ് ചെയിൻ. പേരൻറ്റ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ കണ്ടെയ്നിങ് ഓൾ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും ചേർന്ന് വരുന്ന ഏറ്റവും നീളം കൂടിയ ചെയിൻ. പക്ഷേ ഒരു ഹൈഡ്രോ കാർബണിൽ ഇറ്റ് ഷുഡ് ബി ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ. എന്നാൽ ഒരു മൾട്ടി ഫങ്ഷണൽ ഗ്രൂപ്പിലാണെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ, ബട്ട് ഇറ്റ് ഷുഡ് ബി ദ കണ്ടിന്യൂസ് ചെയിൻ കണ്ടെയ്നിങ് ഓൾ ദ ഫങ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നതാണെങ്കിൽ അതിന് ഏറ്റവും നീളം കൂടിയ ചെയിൻ ആകണമെന്നില്ല, പക്ഷേ എല്ലാ ഫങ്ഷൻ ഗ്രൂപ്പും ഉൾപ്പെട്ട ഏറ്റവും നീളം കൂടിയ ചെയിൻ ആവണം. അതാണ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ പ്രൊപ്പ്, 4 കാർബൺ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെഡ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആണെങ്കിൽ ഒക്ട്, 9 കാർബൺ ആണെങ്കിൽ നൺ, 10 കാർബൺ ആണെങ്കിൽ ഡക്ക്, 11 ഡോഡക്ക്, അങ്ങനെ പോകും. പക്ഷെ നമുക്ക് 10 കാർബൺ വരെ മതി. അപ്പോൾ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ അതനുസരിച്ച് റൂട്ട് വേർഡ് എഴുതാം. റൂട്ട് വേർഡ് എഴുതിയതിന് ശേഷം അതിനോട് കൂടി ആഡ് ചെയ്യേണ്ടതാണ് പ്രൈമറി സഫിക്സ്. പ്രൈമറി സഫിക്സ് സ്റ്റാൻഡ്സ് ഫോർ വെദർ ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് എഴുതി കാണിക്കുക. അതാണ് പ്രൈമറി സഫിക്സ്. സാച്ചുറേറ്റഡ് ആണെങ്കിൽ കാർബൺ എല്ലാം എന്താണ്? സിംഗിൾ ബോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെന്ത് എഴുതും? ആ റൂട്ട് വേർഡിൻ്റെ കൂടി ANE എന്ന് ചേർക്കുക. അൺസാച്ചുറേറ്റഡ് ആകുമ്പോൾ അത് ഡബിൾ ആകാം, ട്രിപ്പിൾ ആകാം, അല്ലേ? ഡബിൾ ആണെങ്കിൽ ENE എന്ന് എഴുതണം, ട്രിപ്പിൾ ആണെങ്കിൽ YNE എന്ന് എഴുതണം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അഗെയിൻ നമ്മളിവിടുത്തെ കോൺസെപ്റ്റ് ആണ് റൈറ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ along with its number and position. ഓക്കെ, ഇനി ലാസ്റ്റിൽ എഴുതുന്നതാണ് സെക്കൻഡറി സഫിക്സ്. സെക്കൻഡറി സഫിക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ്. മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പിനെ കാണിക്കുന്നതാണ് സെക്കൻഡറി സഫിക്സ്, മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പ്. ആ മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പിൽ ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പാണ്. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പും അതേപോലെ കാർബോക്സിലിക് ആസിഡ്, രണ്ടിൻ്റെയും പ്രയോറിറ്റി സെയിം ആണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പ്രത്യേകത, ഫ്രണ്ടിൽ എഴുതുമ്പോൾ ഒരു പേരുണ്ട്, ദാറ്റ് മീൻസ് പ്രിഫിക്സ് നെയിമുണ്ട്. ഏറ്റവും അവസാനം എഴുതുമ്പോൾ ഒരു നെയിമുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സഫിക്സ് നെയിം. അപ്പോൾ SO3Hൻ്റെ പ്രിഫിക്സ് നെയിമായിട്ട് നമ്മൾ എഴുതുന്നത് സൾഫോ, അതിൻ്റെ സഫിക്സ് നെയിം സൾഫോണിക് ആസിഡ്. സൾഫോണിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, സൾഫോണിക് ആസിഡ്. COH ഗ്രൂപ്പിൻ്റെ പ്രിഫിക്സ് നെയിമായിട്ട് എഴുതുന്നത് കാർബോക്സി. സഫിക്സ് നെയിമായിട്ട് നമ്മൾ എഴുതുന്നത് ഓയിക് ആസിഡ്, ഓയിക് ആസിഡ്. ഇനി ഇതിന് ശേഷം പ്രയോറിറ്റി ഉള്ളത് കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. 4 ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിലൊന്ന് 2 കാർബോക്സിലിക് ഗ്രൂപ്പിൽ നിന്ന് വാട്ടർ പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടും, CO twice O, ദാറ്റ് ഈസ് കോൾഡ് അൺഹൈഡ്രൈഡ്. അതിന് പ്രിഫിക്സ് നെയിം ഇല്ല, സഫിക്സ് നെയിമുണ്ട്, ഓയിക് അൺഹൈഡ്രൈഡ്, ഓയിക് അൺഹൈഡ്രൈഡ്. ഇനി കാർബോക്സിലിക് ആസിഡ് ഒരു ആൽക്കഹോളോട് തരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ലിങ്കേജ് വരും, COOR, OH ഗ്രൂപ്പ് പോയിട്ട് ആൽക്കഹോളിൽ നിന്ന് OR ഗ്രൂപ്പ് വരും. ഈ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോളിൽ നിന്നാണ്. ഈ R ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ആൽക്കൈൽ എന്ന് പറയും, സഫിക്സ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് OH. അപ്പം ഒരു ആൽക്കൈൽ ആൽക്കനോയിട്ടായിട്ട് നമ്മൾ തന്നെ പേരെഴുതും. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ആദ്യം പറയും ആൽക്കൈൽ ആൽക്കനോയിറ്റ്. ഇനി കാർബോക്സിലിക് ആസിഡിൽ OH പോയിട്ട് ഹാലജൻ വരാം, COX, ആസിഡ് ഹാലൈഡ്. അപ്പോൾ അതിന് പ്രിഫറൻസ് ഇല്ലെങ്കിൽ ഫ്രണ്ട് എഴുതുമ്പോൾ
ഹാലോ ഫോർമൈൽ. സഫിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഓയിൽ ഹാലൈഡ്. കാർബോക്സിലിക് ആസിഡിന് ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, അത് OH ഗ്രൂപ്പ് പോയിട്ട് NH2 ഗ്രൂപ്പ് വരും, അമിനോ ഗ്രൂപ്പ് വരും. ഈ ക്ലാസ് ഓഫ് കോമ്പൗണ്ടാണ് അമൈഡ്, ആസിഡ് ഡെറിവേറ്റീവ് കോൾഡ് അമൈഡ്. അതിന് പ്രിഫിക്സ് നെയിം ഫ്രണ്ടിൽ എഴുതേണ്ടി വരുമ്പോൾ കാർബമൈഡ്. സഫിക്സ് ആയിട്ട് എഴുതിയാൽ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അറ്റത്തെഴുതും. എങ്ങനെയാണ്? സഫിക്സ് നെയിം അമൈഡ്. അപ്പോൾ ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ 2 ടോപ്പ് പ്രയോറിറ്റി വരുന്നത് ആസിഡ് ഗ്രൂപ്പാണ്, സൾഫോണിക് ആസിഡ് ഗ്രൂപ്പും